الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله وإياي بتقوى الله أعوذ بالله من الشيطان الرجيم والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه وأعد لهم جنات تجري تحتها الأنهار خالدين فيها أبدا ذلك الفوز العظيم. സൃഷ്ടാവും പ്രപഞ്ചനാഥനുമായ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യം എന്നോടും പിന്നീട് നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. പരമകാരുണ്യകനായ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്നെല്ലാം അല്ലാഹു നാം ഏവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവിൽ തവക്കുലാക്കി ക്ഷമ അവലംബിക്കുന്ന, റബ്ബിന്റെ കാരുണ്യം പ്രതീക്ഷിക്കുന്നവർക്ക് അല്ലാഹുവിന്റെ സഹായം ഉണ്ടാവും എന്ന വിഷയത്തിലാണ് നമ്മൾ ഏതാനും ആഴ്ചകളായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും അനുഭവിച്ച ത്യാഗത്തിന്റെ ഇടയിൽ അള്ളാഹുവിന്റെ സഹായങ്ങൾ വന്നെത്തുന്ന രീതിശാസ്ത്രം നമ്മൾ പ്രവാചകന്റെ ജീവിത സന്ദർഭങ്ങളിൽ നിന്ന് നമ്മൾ ഏതാനും ആഴ്ചകളായി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അള്ളാന്റെ സഹായത്തിന് അർഹമാവുന്ന വിധം അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹാബത്തിനെയും ത്യാഗത്തിന്റെ തീച്ചൂളയിൽ ഉരുക്കിയെടുക്കുകയായിരുന്നു. നമുക്കൊന്നും അങ്ങനെ ചിന്തിക്കാനോ ആവാനോ കഴിയില്ല. അതുകൊണ്ടാണ് അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ ആദ്യഘട്ടത്തിലെ സഹാബത്തിനെ, മുഹാജിറുകളെയും അൻസാരികളെയും അവരുടെ ശ്രേഷ്ഠത അല്ലാഹു എടുത്തു പറഞ്ഞത് വസ്സാബിഖൂനൽ അവ്വലൂൻ, ആദ്യം മുൻകടന്നു വന്നവർ, ഇസ്ലാം ദീനിന്റെ ആദ്യത്തെ ആളുകൾ, മിനൽ മുഹാജിരീന വൽ അൻസ്വാർ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയവരിലും, വൽ അൻസാർ, മദീനയിൽ അവരെ റസൂലിനെയും മുഹാജിറുകളെയും സഹായിച്ച അൻസാറുകൾ, അവരുടെ ആദ്യകാലക്കാർ, വല്ലദീന തബഊഹും ബിഇഹ്സാൻ, നന്മയിൽ അവരെ പിന്തുടർന്ന ആളുകൾ, റളിയല്ലാഹു അൻഹും, അവരെ കുറിച്ച് റബ്ബ് തൃപ്തിപ്പെട്ടിരിക്കുന്നു. അല്ലാഹു നമ്മളെ കുറിച്ച് തൃപ്തിപ്പെടുമാറാകട്ടെ. വറദു അൻഹു, റബ്ബിനെ കുറിച്ച് അവര് തൃപ്തിപ്പെട്ടിരുന്നു. റബ്ബിനെ കുറിച്ച് ആ മുൻകാലക്കാര് തൃപ്തിപ്പെട്ടിരുന്നു. റബ്ബും അവരെ കുറിച്ച് തൃപ്തിപ്പെട്ടു. വഅദ്ദ ലഹും ജന്നാത്തിൻ തജ്രി തഹ്തൽ അൻഹാർ, അതുകൊണ്ട് താഴ്വാരത്തിലൂടെ അരുവിയൊഴുകുന്ന സ്വർഗത്തോപ്പുകൾ അവർക്കായി അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നു.
ഖാലിദീന ഫീഹാ അബദാ, എന്നും എന്നും ശാശ്വതവാസികളായി ആ സ്വർഗത്തോപ്പുകളിൽ ജീവിക്കുന്നവരായി. ദാരിക്കൽ ഫൗസുൽ അദീം, അത് മഹത്തായ സൗഭാഗ്യമാണ്. നമ്മെയും ആ സൗഭാഗ്യത്തിന്റെ അർഹരായി അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും നമുക്ക് അങ്ങോട്ട് എത്താൻ കഴിയില്ല. ആ ആദ്യകാലക്കാരായ മുഹാജിറുകൾ, അൻസാറുകൾ, അവരുടെ പദവിയിലേക്ക് ഇനി ഒരാൾക്കും എത്താൻ കഴിയില്ല. ഇനി അതില്ല. അൻസാരിയും ഇല്ല, മുഹാജിറും ഇനി ഉണ്ടാവില്ല. എന്നാലും അല്ലാഹു നമുക്കൊരു പ്രതീക്ഷ തരുന്നുണ്ട്. വല്ലദീന തബഊഹും ബിഇഹ്സാൻ, നന്മയിൽ അവരെ പിന്തുടരുന്ന ആളുകൾ. പ്രിയപ്പെട്ടവരെ, അത് വലിയൊരു സംഗതിയാണ്. അത് നമുക്ക് സാധ്യമാവേണ്ടത്. അവരെ ദർജയിലേക്ക് എത്താൻ നമുക്ക് കഴിയില്ലെങ്കിലും അവർ സഞ്ചരിച്ച പാതയിലൂടെ, അവര് വിശദീകരിച്ച ഇസ്ലാമിനെ ഉൾക്കൊണ്ടുകൊണ്ട് അവർ സഞ്ചരിച്ച മാർഗത്തിൽ സഞ്ചരിക്കാൻ കഴിഞ്ഞാൽ അത് തന്നെ ഈ കാലഘട്ടത്തിൽ മഹാസൗഭാഗ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോ വലിയൊരു ആൾക്കൂട്ടം പ്രതീക്ഷിക്കരുത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം വികസിച്ചുകൊണ്ടേയിരുന്നു ഇസ്ലാം. സഹാബത്തിലൂടെ, താബീങ്ങളിലൂടെ, താബീങ്ങളിലൂടെ വികസിച്ച് ഇന്ന് ലോകത്ത് വലിയൊരു സമുദായമാണ്. സമുദായത്തിന്റെ എണ്ണത്തെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ആ മുൻഗാമികളുടെ മാർഗത്തിൽ ഉറച്ചു നിന്ന് സഞ്ചരിക്കുന്നവർ, അത് വലിയ ആൾക്കൂട്ടത്തെ പ്രതീക്ഷിക്കരുത്. അങ്ങനെ ചിന്തിച്ചാൽ അപകടത്തിൽപ്പെടും. സമുദായത്തിൽ ആളുകൾ ഇഷ്ടം പോലെ ഉണ്ടാവും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആദർശം ഉൾക്കൊണ്ടുകൊണ്ട് സഹാബത്തിന്റെ ദീനീ മാർഗത്തിലെ പ്രവർത്തന രീതിയെ പിന്തുടരുന്ന വലിയ ആൾക്കൂട്ടത്തെ ഒരു കാലത്തും പ്രതീക്ഷിക്കരുത്. റസൂൽ പറഞ്ഞു, ബദഅൽ ഇസ്ലാമു ഗരീബ, ഇസ്ലാം ആരംഭിച്ചത് വളരെ വിരളമായ ആളുകളെ കൊണ്ടാണ്. നാട്ടിൽ മുഴുവൻ ഒരു അംഗീകാരം കിട്ടുന്ന വിധത്തിലല്ല ഇസ്ലാം ദീൻ ആരംഭിച്ചത്. ഇനി ഇസ്ലാം വളർന്ന് 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 വികസിച്ച് ആദ്യ അവസ്ഥയിലേക്ക് അത് മടങ്ങിപ്പോകും. ആളുകൾ കുറഞ്ഞു വരും. സമുദായത്തിന്റെ എണ്ണം കുറയുന്നല്ല പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് നിലകൊണ്ട മാർഗത്തിൽ, ആ ആദർശത്തിൽ അടിയറച്ചു നിൽക്കുന്ന ആളുകൾ ചുരുങ്ങി ചുരുങ്ങി വരും. ഫതൂബാലിൽ ഖുറബാ, ആ ചെറുസംഘത്തിന് എന്റെ എല്ലാ ആശംസകളും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആശംസയാണ്. ഫതൂബാ ഇലൽ ഖുറബാ, ആ ചുരുങ്ങി വരുന്നവരിലെ സമുദായം ഭയങ്കര കോടികളുടെ എണ്ണത്തിലുണ്ടാവും ലോകത്ത്. പക്ഷേ ഖുർആന്റെ ആദർശമനുസരിച്ച്, റസൂലുള്ളാഹിന്റെ ആദർശമനുസരിച്ച് സഞ്ചരിക്കുന്ന ആളുകൾ വിരളമായിക്കൊണ്ടിരിക്കും. ആ വിരളമാകുന്നവരിലാണ് നമ്മൾ പെടേണ്ടത്. അവർക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മംഗളം നേരുന്നത്. നമുക്കറിയുന്ന പോലെ അള്ളാഹു അവന്റെ ദീൻ വളർത്താനെന്ന് ഉദ്ദേശിച്ചാൽ ഒരു തടസ്സോടെ നിൽക്കൂല. ഒരു ഇരുമ്പ് മതിലും തടസ്സമായി നിൽക്കില്ല. അല്ലാഹു ഏറ്റതാ. ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ്. അല്ലാഹുവാണ് റസൂലിനെ നിയോഗിച്ചത് സത്യമായ ദീനുമായിട്ട്. ലിയുളിഹിറഹു അലദ്ദീനി കുല്ലിഹി, എല്ലാ മതത്തിനെയും അതിജയിക്കുന്ന, മികച്ചു നിൽക്കുന്ന, തിളങ്ങുന്ന ദീനായി മാറുന്ന ഇതിനു വേണ്ടി അള്ളാഹു റസൂലിനെ നിയോഗിച്ചു. പ്രിയപ്പെട്ടവരെ, അള്ളാന്റെ കിതാബ് ആ തിളങ്ങുന്ന ദീനിനെ പ്രകാശിപ്പിച്ചിരുന്നു. അള്ളാന്റെ റസൂൽ ആ മികച്ച ദീനിനെ പ്രകാശിപ്പിച്ചിരുന്നു. സഹാബത്തും താബീങ്ങളും ഒക്കെ അങ്ങനെ ചെയ്തിരുന്നു. ഇന്ന് 1450 കൊല്ലം പിറകിലുള്ള നമ്മുടെ സമുദായം പ്രകാശിപ്പിക്കുന്നില്ല
എല്ലാ ദീനിനേക്കാൾ മികച്ചു നിൽക്കുന്ന ഈ ദീനിനെ പ്രകാശിപ്പിക്കാൻ ഇന്നത്തെ നമ്മുടെ സമുദായത്തിന് കഴിയുന്നില്ല. അതുകൊണ്ട് നമ്മൾ ആ ദീനിനെ ശരിയായി പഠിച്ചുൾക്കൊണ്ടുകൊണ്ട് അതേ രീതിയിൽ ഇതെല്ലാ ദീനിനേക്കാൾ മികച്ചതാണ് എന്ന് സമൂഹത്തിന് ബോധ്യം വരുന്ന വിധത്തിൽ ദീൻ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നമ്മൾ തയ്യാറാവണം. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ആഴ്ച പറഞ്ഞു 12 മനുഷ്യർ മദീനയിൽ നിന്ന് വന്നവർ മിനയിൽ വെച്ച് റസൂലുള്ളാഹി ബൈഅത്ത് ചെയ്തു. കൂടെ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹുവിനെ കൊണ്ടുപോയി. അദ്ദേഹം അവിടെ പ്രബോധനം ആരംഭിച്ചതൊക്കെ കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടതാണ്. പിറ്റേ കൊല്ലം, ശ്രദ്ധിക്കുക, പിറ്റേ കൊല്ലം നുബുവത്തിന്റെ 13-ാം കൊല്ലത്തിലെ ഹജ്ജിൽ കൂടുതൽ മുസ്ലിങ്ങൾ മദീനയിൽ നിന്ന് വന്നു. ആ മദീനയിൽ വെച്ച് തന്നെ അവർ ചർച്ച ചെയ്തു. നമ്മുടെ കൂട്ടത്തിൽ മുശ്രിക്കുകളും കാഫിര്യങ്ങളും കുറെ ഉണ്ടാവും. അവരറിയാതെ റസൂലിനെ കണ്ടുമുട്ടണം നമുക്ക്. അവര് വർത്താനം പറഞ്ഞെന്താണെന്നറിയോ? എത്ര കാലം അല്ലാഹുവിന്റെ റസൂലിനെ മക്കക്കാർക്ക് പീഡിപ്പിക്കാൻ നമ്മൾ വിട്ടുകൊടുക്കണം? അവർ ചർച്ച ചെയ്തിട്ടാ പോകുന്നത്. ഹജ്ജിനെ നാട്ടിൽ നിന്ന് ചർച്ച ചെയ്തിട്ടാ പോകുന്നത്. 75 പേരുണ്ടായിരുന്നു. അപ്പോ 12-ാം കൊല്ലത്തിൽ 12 പേരാണ് ബൈഅത്ത് ചെയ്തതെങ്കിൽ 13-ാം 13-ാമത്തെ കൊല്ലത്തിൽ 2 സ്ത്രീകളും 73 പുരുഷന്മാരും റസൂലുള്ളാഹി 2-ാം ഉടമ്പടി വന്നത്. അവര് കൂടെ വന്ന മുശ്രിക്കുകളുടെ കൂടെ, മദീനക്കാരുടെ കൂടെ കിടന്നുറങ്ങി. രാത്രിയുടെ 1-ാം യാമം കഴിഞ്ഞപ്പോൾ കൂട്ടുകാരെല്ലാം നന്നായി ഉറക്കം പിടിച്ചപ്പോൾ മുസ്ലിങ്ങളായ ഇടയിൽ നിന്ന് പൂച്ച നടക്കുന്ന പോലെ ശബ്ദമുണ്ടാക്കാതെ എഴുന്നേറ്റു. റസൂലുമായി കരാർ ചെയ്ത മിനയിലെ സ്ഥാനത്ത് അവർ 75 പേരെത്തി. 2-ാം കരാറിന് വേണ്ടി 1-ാം കരാർ 12 പേര് ചെയ്തു. ഇത് 75 പേരുണ്ട്. അത്ഭുതകരമായ ഒരു കാര്യം, റസൂലുള്ളാഹിക്ക് വേണ്ടി ഈ 75 പേരോട് സംസാരിക്കാൻ അവിടെ വന്നത് എളാപ്പ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബാണ്. അന്ന് അദ്ദേഹം കാഫിറാണ്, മുസ്ലിമായിട്ടില്ലാത്ത കാഫിറായ ജാഹിലിയത്തിന്റെ വിശ്വാസങ്ങൾ പിന്തുടരുന്ന അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബാണ് റസൂലുള്ളാഹിക്ക് വേണ്ടി മദീനയിൽ നിന്ന് വന്നവരോട് സംസാരിക്കുന്നത്. ഞങ്ങളുടെ മകൻ, ആ മകനെ നിങ്ങൾ നിങ്ങളുടെ നാട്ടിലേക്ക് ക്ഷണിക്കുന്നുവെങ്കിൽ എന്തു കൊടുത്തു നിങ്ങൾക്ക് സംരക്ഷിക്കാൻ, അഭയം നൽകാൻ കഴിയുമെങ്കിൽ മാത്രമേ നിങ്ങൾ അങ്ങോട്ട് ക്ഷണിക്കേണ്ടതുള്ളൂ മദീനയിലേക്ക്. അല്ലെങ്കിൽ എതിർപ്പൊക്കെ ഉണ്ട് ഇവിടെ. എന്നാൽ ഞങ്ങളുടെ കുടുംബം ഞങ്ങളുടെ മകനെ സംരക്ഷിക്കും. മുസ്ലിമായിട്ടില്ലട്ടാ ഈ പറയുന്ന ആളാ പറയുന്നത്. റസൂലുള്ളാഹിക്ക് വേണ്ടി സംസാരിക്കുന്നത് അന്ന് മുസ്ലിമായിട്ടില്ലാത്ത എളാപ്പയാണ്. മദീനയിൽ വന്നവരെ സംസാരിച്ചു. കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, നിങ്ങൾ റസൂലുള്ളാഹിയുമായി ബൈഅത്ത് ചെയ്യാൻ ഉദ്ദേശിച്ചെങ്കിൽ ഓർക്കണം, ലോകത്തിലെ മുഴുവൻ ശക്തികളോടുള്ള യുദ്ധപ്രഖ്യാപനമാണ് നിങ്ങൾ നടത്തുന്നത്. ഓർത്തിട്ട് മതി. കറുത്തവരോടും ചുവന്നവരോടും അവരുടെ യുദ്ധം, അവരുടെ ശത്രുത ഏറ്റുവാങ്ങുകയാണ് നിങ്ങൾ ഇതിലൂടെ ചെയ്യുന്നത്. അവര് പറഞ്ഞു, ശരി, എന്ത് വന്നാലും ആര് ശത്രുവായാലും ഞങ്ങളുടെ മക്കളെ സൂക്ഷിക്കുന്ന പോലെ, ഞങ്ങളുടെ സ്ത്രീകളെ സൂക്ഷിക്കുന്ന പോലെ അല്ലാഹുവിന്റെ റസൂലിനെ ഞങ്ങൾ സൂക്ഷിക്കുക തന്നെ ചെയ്യും. എന്തു നഷ്ടപ്പെട്ടാലും, ഞങ്ങളുടെ നേതാക്കൾ കൊല്ലപ്പെട്ടാലും, ഞങ്ങളുടെ സമ്പത്ത് നശിച്ചാലും ഞങ്ങൾ റസൂലിനെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. ഇതാണ് 2-ാമത്തെ കരാർ. അവരിലെ പുരുഷന്മാരുമായി റസൂലുള്ളാഹി കൈകൊടുത്തു, ബൈഅത്ത് ചെയ്തു. 2 സ്ത്രീകൾ ബൈഅത്ത് ചെയ്തു, കൈകൊടുത്തില്ല. അന്യ സ്ത്രീകൾ റസൂലുള്ളാഹി അന്യ സ്ത്രീകളുടെ കൈ ഇന്നേ വരെ പിടിച്ചിട്ടില്ല. ആയിഷ പറയുന്നു, നമ്മുടെ ഉമ്മ ആയിഷ പറയും. ഇന്ന് ഇതൊരു വിഷയമില്ലാണ്ടായിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത്. നമുക്ക് ചില പെണ്ണുങ്ങൾ കയ്യായിട്ട് ഇങ്ങോട്ട് വരിക, അപ്പൊ നമ്മളും കൈ അങ്ങോട്ട് കൊടുത്തു. അന്യ പെണ്ണാണെന്ന് തൊടാൻ നിൽക്കണ്ട, അവിടെ നിന്നാ മതി എന്ന് പറഞ്ഞാൽ മതി.
നബിയെ രക്ഷിക്കാം, അഭയം തരാമെന്ന് പറഞ്ഞ അൻസാരികളിൽപ്പെട്ട 2 സ്ത്രീകളും ബയ്യത്ത് ചെയ്യാനുണ്ടായിരുന്നു. 73 പുരുഷന്മാരും കൈ പിടിക്കാതെ ബയ്യത്ത് ചെയ്തു. പുരുഷന്മാർക്കൊക്കെ കൈ കൊടുത്തുകൊണ്ട് ബയ്യത്ത് ചെയ്തു. എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടായാൽ മതി. ബന്ധവും വേണ്ട. കല്യാണ ഹാളിൽ ചെന്ന് നോക്കി നിങ്ങള്, എളാപ്പാട മാമാട മോള ഒക്കെ വന്നിട്ട് ഒരു പ്രശ്നമില്ല, കൈ ഇങ്ങോട്ട് പിടിക്കാൻ. നീട്ടി കൊടുക്കാത്ത പുരുഷൻ മോശക്കാരൻ. നീട്ടണ്ട, കൈ നീട്ടണ്ട. വിവാഹം നിഷിദ്ധമായ സ്ത്രീയാണെങ്കിലേ തൊടാൻ പറ്റുള്ളൂ. സ്വന്തം കുഞ്ഞുമ്മ, മൂത്തുമ്മ, അമ്മായി, അതുപോലെ സ്വന്തം പെങ്ങള്. കുഞ്ഞുമ്മയുടെ മോള് പെങ്ങളല്ല കേട്ടാ, മൂത്താപ്പാടെ മോള് പെങ്ങളല്ല, അന്യസ്ത്രീയാണ്. കല്യാണം കഴിക്കാൻ പറ്റും. ഒരു പ്രശ്നം നോക്കിയ നിങ്ങള് കടയിൽ വെച്ച് കണ്ടാലും കല്യാണ സ്ഥലത്ത് വെച്ച് കണ്ടാലും കൈ കൊടുക്കാൻ ഒരു മടിയില്ല. ആണുങ്ങളെക്കാൾ മടിയില്ല പെണ്ണുങ്ങൾക്ക്. ആ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒരിക്കലും അന്യസ്ത്രീയുടെ കൈ ഗ്രഹിക്കാൻ നമുക്ക് പാടുള്ളതല്ല എന്ന് പ്രത്യേകം ഇടയിൽ മനസ്സിലാക്കുക. റസൂലുള്ള അവരോട് പറഞ്ഞു, ആദ്യമായി അൻസാറുകൾ രൂപപ്പെടുകയാണ്. ആദ്യമായിട്ട് അൻസാറുകൾ രൂപപ്പെടുകയാണ്. അതുവരെ വിശ്വാസികളെ ഉണ്ടായിരുന്നു. മക്കയിൽ, മദീനയിൽ ആ മദീനക്കാരായ വിശ്വാസികൾ അൻസാറുകളായിട്ടാണ് മാറുന്നത്. ഖുർആൻ പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ അൻസാറല്ലാഹ്, സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിന്റെ സഹായികളായി തീരുക. കമാ ഖാല ഈസ ഇബ്നു മറിയം ലിൽ ഹവാരിയീന, അപ്പോസ്തലന്മാരോട് ഈസ ഇബ്നു മറിയം പറഞ്ഞ പോലെ, മൻ അൻസാരി ഇലല്ലാഹ്, അല്ലാഹുവിന്റെ കാര്യത്തിൽ എന്നെ സഹായിക്കാൻ നിങ്ങളിൽ ആരുണ്ട്? ഖാലൽ ഹവാരിയൂന നഹ്നു അൻസാറുല്ലാഹ്, ആ 12 ശിഷ്യന്മാർ ഈസാ നബിയോട് പറഞ്ഞു, ഞങ്ങളുണ്ട്, അള്ളാഹിന്റെ മാർഗത്തിൽ തങ്ങളുടെ സഹായികളായി ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞ പോലെ സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ അൻസാറുകളായി തീരുക. മുഹാജിറും ഉണ്ടായിട്ടില്ല, അൻസാറും ഉണ്ടായിട്ടില്ല. മക്കത്തും മദീനത്തും മുഅ്മിനീങ്ങൾ ഉണ്ടായി. ഇപ്പോൾ ഇതാ അല്ലാഹു അക്ബർ, അള്ളാഹുവിന്റെ ചില തീരുമാനങ്ങളാണ്. ഇങ്ങനെ നമ്മൾ ആദ്യം കേട്ട ആയത്ത് എന്താണ്? വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ, മുഹാജിറുകളും അൻസാറുകളുമായി ആദ്യത്തെ ആളുകൾ, അള്ളാഹ് വാഴ്ത്തി പറഞ്ഞ, പുകഴ്ത്തി പറഞ്ഞ, അള്ളാഹ് തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞ ആളുകൾ. അപ്പോ അവരുമായി റസൂലുള്ളാഹ് എന്താ കരാറ്? റസൂലുള്ളാഹ് അള്ളാഹുവിന്റെ റസൂൽ അവരോട് പറഞ്ഞു, ഉന്മേഷാവസരത്തിലും എല്ലാത്തപ്പോഴും നിങ്ങൾ അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ തയ്യാറുണ്ടോ? ബോധപൂർവ്വം കരാറിയിക്കാൻ ഒരേ കാര്യങ്ങൾ നന്മ കൽപ്പിക്കുകയും തിന്മ വിലക്കുകയും ചെയ്യാൻ നിങ്ങൾ തയ്യാറുണ്ടോ? എന്ത് സംഭവിച്ചാലും എന്നെയും മക്കയിൽ നിന്ന് വരുന്ന മുഹാജിറുകളെയും സംരക്ഷിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? അവർ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾ തയ്യാറാണ്. പകരം ഞങ്ങൾക്ക് എന്ത്? അള്ളാന്റെ റസൂൽ പറഞ്ഞു, സ്വർഗം. അള്ളാന്റെ സ്വർഗം മാത്രം. ദുനിയാവിൽ എന്തെങ്കിലും മെച്ചമുണ്ടാവുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. സ്വർഗം നിങ്ങൾക്കുണ്ട്. അവർ തയ്യാറായി. അവർ റസൂലിനെ ക്ഷണിച്ചു. ഇനി മക്കക്കാരുടെ മർദ്ദനമേറ്റ് ഭീഷണിയേറ്റ് അള്ളാന്റെ റസൂലിലൂടെ കഴിയേണ്ടതില്ല. അത് പറഞ്ഞുകൊണ്ടാണ് അവർ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോയത്. ആദ്യമായി അൻസാറുല്ലാഹ്, റസൂലിന്റെ അൻസാരികൾ ആദ്യമായി രൂപപ്പെടുകയാണ്. അള്ളാഹുവിന്റെ സഹായം യസ്രിബിൽ വന്ന ജനങ്ങളിലൂടെ അള്ളാഹു റസൂലിനെയും വിശ്വാസികളെയും സഹായിക്കുന്നു. വമൻ നസ്റു ഇല്ലാ മിനില്ലാഹ്, അള്ളാഹുവിൽ നിന്നല്ലാതെ സഹായമില്ല. പ്രിയപ്പെട്ടവരെ, ഈ കാലത്തും എന്തെങ്കിലും സഹായം നിങ്ങൾ പ്രതീക്ഷിക്കുന്നെങ്കിൽ അള്ളാഹുവിൽ നിന്നും മാത്രം പ്രതീക്ഷിക്കുക. ആ സഹായം കിട്ടുന്ന ഈമാനും കിട്ടുന്ന അമലും കിട്ടുന്ന പ്രവൃത്തിയും രീതിശാസ്ത്രം സ്വീകരിക്കുക. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ.
اللهم صل على محمد وعلى آل محمد أيها الناس أوصيكم عباد الله وإياي بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, മദീനക്കാർ മടങ്ങിപ്പോയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ വിശ്വാസികളോട് ഓരോരുത്തരോടായി മദീനയിലേക്ക് പോകാൻ പറഞ്ഞു. റസൂൽ പോയിട്ടില്ല. സഹാബിമാരോട് ഒരു രഹസ്യമായിട്ടാണ് അവർ പോയത്. കാരണം മക്കക്കാരറിഞ്ഞാൽ ഈ വിവരം അവരറിഞ്ഞിരുന്നു. മദീനക്കാർ ഇങ്ങനെ കരാർ ചെയ്ത വിവരം ഖുറൈശികൾ അറിഞ്ഞപ്പോ പീഡനം വർദ്ധിപ്പിക്കുകയും എങ്ങനെയെങ്കിലും ഇവരെ തടഞ്ഞുപെടുത്താൻ നിർത്തിപ്പീഡിപ്പിക്കാൻ ആഗ്രഹിച്ചപ്പോ രഹസ്യമായി ഓരോരുത്തരും മദീനയിലേക്ക് പോകാൻ തുടങ്ങി. അക്കൂട്ടത്തിൽ സുഹൈബ് റളിയല്ലാഹു അൻഹു മക്കക്കാരനല്ല, റോമക്കാരനായിരുന്നു. മക്കയിൽ വന്നതാണ്. അദ്ദേഹം ഹിജറ പോവാൻ തടഞ്ഞു നിർത്തി മുശ്രിക്കുകൾ. സുഹൈബേ, നീ ഒന്നും കൈവീശി വെറും കൈയോടെയല്ലേ മക്കയിൽ വന്നത്? അതെ. ഇപ്പോ നീ സമ്പാദിച്ച് സമ്പത്തായിട്ടാണ് പോകുന്നത്. അത് ഞങ്ങൾ സമ്മതിക്കില്ല. നിന്റെ സമ്പത്തായിട്ട് നീ മദീനത്തേക്ക് പോകാൻ സമ്മതിക്കില്ല. നിന്നെയും നിന്റെ സമ്പത്തിനെയും കൂടി വിടില്ല. സുഹൈബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്റെ സമ്പത്ത് മുഴുവൻ നിങ്ങളെ ഏൽപ്പിച്ചാൽ എന്നെ വിടുമോ? അത് ഞങ്ങൾക്ക് വിരോധമില്ല. നിന്നെ കാലിയാക്കി വിടാൻ ഞങ്ങൾക്ക് വിരോധമില്ല. ആ സമ്പത്ത് മുഴുവൻ അവരെ ഏൽപ്പിക്കാം, എന്നിട്ട് ഹിജറ പോകണം. ഈ വിഷയത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് റബിഹ സുഹൈബ് 2 തവണ ആവർത്തിച്ചു. ലാഭകരമായൊരു കച്ചവടം സുഹൈബ് നടത്തിയിരിക്കുന്നു. വളരെ ലാഭം കിട്ടുന്ന സമ്പത്ത് മുഴുവൻ മുശ്രിക്കുകളെ ഏൽപ്പിച്ചിട്ട് ദീൻ സംരക്ഷിക്കാൻ, സമ്പത്ത് നഷ്ടപ്പെട്ടാലും എന്റെ ദീൻ എനിക്ക് സംരക്ഷിക്കണം എന്ന നിലയിലാണ് മദീനയിലേക്ക് ഹിജറ പോകുന്നത്. ആളുകൾ രഹസ്യമായി പോയപ്പോ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു മൂപ്പരെ രീതി അനുസരിച്ച് ഒളിച്ചു പോകാൻ തീരിഷ്ടില്ല. അദ്ദേഹം ആയുധങ്ങൾ ധരിച്ച് ശരീരത്തിൽ അമ്പും വില്ലും വഹിച്ച് കുതിരപ്പുറത്ത് കഅബയുടെ പരിസരത്തേക്ക് വന്നു. അവിടെ കുതിരപ്പുറത്ത് ഇരുന്ന് തന്നെ കഅബ ഒന്ന് തവാഫ് ചെയ്തു. മുശ്രിക്ക് നേതാക്കളൊക്കെ അവിടെ ഉണ്ട്. അവരോട് വിളിച്ചു പറഞ്ഞു, ഞാൻ ഉമർ ഇബ്നുൽ ഖത്താബ്, ഞാൻ മദീനയിലേക്ക് ഹിജറ പോകുന്നു. ഞങ്ങളെ ദീനനുസരിച്ച് ഇവിടെ ജീവിക്കാൻ നിങ്ങൾ സമ്മതിക്കാത്തോണ്ട് ഞാൻ ഹിജറ പോവാണ്. ആർക്കെങ്കിലും എന്നെ തടയാൻ താല്പര്യമുണ്ടെങ്കിൽ അവരൊരിക്കലും അവരുടെ ഭാര്യമാരെ വിധവകളാക്കല്ലേ, മക്കളെ എത്തീമാക്കല്ലേ. അങ്ങനെ ധൈര്യമുള്ളവർ മാത്രം തടഞ്ഞാൽ മതി. മക്കളെ എത്തീമാക്കാൻ, ഭാര്യമാരെ വിധവകളാക്കാൻ തയ്യാറുള്ളവർ മാത്രം എന്നെ തടഞ്ഞാൽ മതി. ആരും തടഞ്ഞില്ല. അദ്ദേഹം പരസ്യമായിട്ട് തന്നെ പോയി ഉമർ ഖത്താബ്. ഇങ്ങനെ പാവപ്പെട്ടവര് രഹസ്യമായി ഒളിച്ച് ചിലരെ തടഞ്ഞു വെച്ചു. അങ്ങനൊക്കെ ആയി. അവിടെ ചെല്ലുമ്പോ അവർക്കായി മദീനക്കാർ ഒരുക്കി വെച്ചിരുന്നു. സൂറത്ത് ഹശ്റിലെ 9-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറയുന്ന കാര്യം ആലോചിച്ചൊക്കെ, വല്ലദീന തബവ്വഉദ്ദാറ വല്ലീമാന മിൻ ഖബ്ലിഹിം, മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ഈമാനും വീടുകളും മുൻകൂട്ടി ഒരുക്കി വെച്ചവർ, യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം, അവരിലേക്ക് ഹിജറ വരുന്നവരെ അങ്ങേയറ്റം ആ മദീനക്കാർ ഇഷ്ടപ്പെടുന്നു. വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജത്തൻ മിമ്മാ ഊതു, അൻസാരികളായ ആളുകൾ മക്കയിൽ നിന്ന് മുഹാജിറുകൾക്ക് നൽകിയതിൽ ഒരാവശ്യവും അവർക്കില്ല, തിരിച്ചു കിട്ടണമെന്നില്ല. അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി മക്കയിൽ നിന്ന് വന്ന മുഹാജിറുകളെ സഹായിക്കുകയാണ് അവര്. അവര് അവരെക്കാൾ പ്രാമുഖ്യം കൽപ്പിക്കുന്നത് മക്കയിൽ നിന്ന് വന്ന മുഹാജിർ പട്ടിണിയുള്ള കാലത്ത് പോലും, പട്ടിണിയുള്ളവര് പോലും ഒരു മുഹാജിർ വീട്ടിൽ വന്നാൽ സ്വന്തം ആവശ്യത്തിനില്ലെങ്കിൽ ആ വന്ന ആളുടെ, നമുക്കൊന്ന് ചിന്തിക്കാൻ പറ്റുമോ? ഒരാള് വീട്ടിൽ വന്നാല് നമുക്ക് മാത്രമുള്ള ഭക്ഷണം ആ വന്നാക്ക് എടുത്തു കൊടുക്കാൻ
സാധിക്കോ? എല്ലാ അൻസാരികളും പണക്കാരായിരുന്നില്ല പ്രിയപ്പെട്ടവരെ. ഒരു മുഹാജിർ റസൂലുള്ളാഹിയോട് വിഷമം പറഞ്ഞു. നിസ്കാരം കഴിഞ്ഞപ്പോ വിശന്നിട്ട് ആളുടെ റസൂല ഭക്ഷണം കിട്ടിയിട്ടില്ല. റസൂല് ഭാര്യമാരോടൊക്കെ ചോദിച്ചു, അവിടെ ഒന്നും ഇല്ലാന്ന് പറഞ്ഞു. സഹാബികളോട് ചോദിച്ചു, ആര് കൊണ്ടുപോകും ഈ മനുഷ്യനെ ഭക്ഷണത്തിന്? അബൂ തൽഹ എന്ന അൻസാരി, ഞാൻ കൊണ്ടുപോവാ റസൂലേ എന്ന്. അദ്ദേഹം കൊണ്ടുപോയി. അതിഥിയെ ഇവിടെ പൂമുഖത്തിരുത്തി ഭാര്യ എടുത്ത് ചെന്നു. ഇന്നൊരു അതിഥി ഉണ്ട്, ഭക്ഷണം കൊടുക്കണം. ഭാര്യ പറഞ്ഞു, നമ്മുടെ ചെറിയ മക്കൾക്കുള്ളത് മാത്രം, നമ്മുടെ ചെറിയ മക്കൾക്കുള്ള ഭക്ഷണം മാത്രമേ ഉള്ളൂ. മക്കൾ കഴിച്ചാൽ നമുക്ക് പോലും ഇല്ല, പിന്നെ എങ്ങനെ അതിഥിക്ക്? ഒരു വഴിയുണ്ട്, നീ മക്കളെ വേഗം ഉറക്കുക, എന്നിട്ട് ഞങ്ങൾക്ക് വീട്ടുകാരൻ ഇരിക്കാതെ അതിഥി കഴിക്കൂല, വീട്ടുകാരൻ ഭക്ഷണം കഴിക്കാതെ അതിഥി കഴിക്കൂല. അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടു മാർക്കായി ഉള്ള ഭക്ഷണം വിളമ്പുക, കുറച്ചല്ലേ ഉള്ളൂ, ഉള്ളത് വിളമ്പുക. ഞങ്ങൾ കഴിക്കാൻ തുടങ്ങുമ്പോ നീ തന്ത്രപരമായി വിളക്കങ്ങോട്ട് കടത്തണം. ആലോചിച്ച് നോക്കണം. സ്വന്തം പട്ടിണിയിലായിട്ട് പോലും തന്റെ സഹോദരന്റെ ആവശ്യത്തെ മുന്തിക്കണവര് അങ്ങനെ ഭക്ഷണം കഴിക്കായിരുന്നു. വന്നാക്ക് വരെ സാമ്പത്തിക സ്ഥിതി ഒന്നും അറിയില്ലോ. കുട്ടികൾ ഉറങ്ങി, അപ്പൊ അവരെ കാര്യം സമാനായി, ഉറങ്ങിയാലോ. ഭക്ഷണം ഉള്ളത് കൊണ്ട് വിളമ്പി വെച്ചു, രണ്ടാളും കഴിക്കാനിരുന്നു. ഭാര്യ എന്തോ വെള്ളം കൊണ്ടുവന്ന് നോക്കണ പോലെ വന്നു സൂത്രത്തിൽ വിളക്കാട് കിടത്തി. അപ്പൊ വീട്ടുകാരൻ പറഞ്ഞു, ഇനിയിപ്പോ നമ്മളെ കൈ പാത്രത്തിലെത്തിയല്ല, ഇനിയിപ്പോ വെളിച്ചില്ലെങ്കിലും തിന്നാൻ പറ്റും. തിന്നുന്ന പോലെ അഭിനയിച്ചു വീട്ടുകാരൻ. ആലോചിച്ച് നോക്ക് നിങ്ങൾ, വീട്ടുകാരൻ തിന്നുന്ന പോലെ അഭിനയിച്ചിട്ട് അയാളുടെ ഭാഗത്തേക്ക് ഭക്ഷണം നീക്കിയിട്ടുകൊണ്ടിരുന്നു. മുഴുവൻ അതിഥിയെ തീറ്റിപ്പിച്ചു. ഇതാണ് റബ്ബ് പറഞ്ഞത്, ആ പിശുക്കിനെ സൂക്ഷിച്ച മനുഷ്യൻ അവർ ജയിച്ചു. ഈ പിശുക്കെന്ന് തനിച്ചർത്ഥല്ല. ഈ ശുഹ് എന്ന് വെച്ചാൽ മറ്റൊരാളുടെ സമ്പത്തിന് ആർത്തി തോന്നുകയും സ്വന്തം സമ്പത്ത് ആർക്കും കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥക്കാണ്. മലയാളത്തിൽ ഇതിന് പറ്റിയൊരു വാക്കില്ല, ശുഹ് എന്ന് പറഞ്ഞാൽ. അതായത് മറ്റുള്ള സ്വത്തൊക്കെ എനിക്ക് വരണം എന്നാ കൊതിക്കുകയും എന്റേതാർക്കും കൊടുക്കൂല എന്നുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടല്ല, അതാണ് ശുഹ്. അള്ളാഹ് പറയണം, അത് സൂക്ഷിച്ചാൽ അവൻ വിജയിച്ചത് തന്നെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ കാലത്തേക്ക് വരുമ്പോ ഇവരുമായി എന്ത് ബന്ധമാണ്? ആ മുൻഗാമികളുമായി നമുക്ക് ആദർശത്തിൽ ബന്ധമുണ്ടോ? അമലിൽ ബന്ധമുണ്ടോ? ജീവിത സമീപനങ്ങളിൽ ദുനിയാവിനോടും ആഖിറത്തിനോടും അവർ കാണിച്ച ആ ആഖിറത്തിന് പ്രാമുഖ്യം കൊണ്ട് ജീവിച്ച ആ രീതിശാസ്ത്രത്തോട് നമുക്ക് താല്പര്യമുണ്ടോ എന്ന് നമ്മൾ സ്വയം പരിശോധിക്കുക. നമ്മൾ ആരെയും ബോധ്യപ്പെടുത്തണ്ട. അപ്പൊ നമ്മൾ അവരുടെ പിൻഗാമികളായി സഞ്ചരിക്കുമ്പോ ഇനിയും എത്ര നമ്മൾ മാറാനുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അവിടെ അള്ളാഹു എത്തിപ്പെട്ട സഹാബത്തിന്റെയും ചര്യയിലൂടെ സഞ്ചരിച്ച് വിജയിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആ മാർഗത്തിൽ നമുക്ക് വന്ന വീഴ്ചകൾ അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منا والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.